ഡയറക്റ്റ് എവിഡൻസസ് ഓഫ് എവല്യൂഷൻ. കഴിഞ്ഞ സെഷനിൽ ഹോമോലോഗസ് ഓർഗൻസ്, അനാലോഗസ് ഓർഗൻസിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായി. ഹോമോലോഗസ് ഓർഗൻസും അനാലോഗസ് ഓർഗൻസും എവല്യൂഷണറി തിയറിയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൺസെപ്റ്റാണ്. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എവിഡൻസ് ആണ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫോസിൽസ് എന്താണെന്നുള്ളത് ആദ്യമേ നോക്കാം. Fossils are remnants of previously existed plants and animals preserved in the earth crust. എർത്തിൻ്റെ ഔട്ടർമോസ്റ്റ് ഏരിയ ലെയറിനെ വിളിക്കുന്ന പേരാണ് എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൽ പ്രിസർവ് ചെയ്തിരിക്കുന്ന പുരാതന കാലത്ത് ജീവിച്ചിരുന്ന പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും റിമെയിൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫോസിൽസ് എന്ന് വിളിക്കുന്നത്. ഫോസിൽസ് ഉണ്ടാകുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോസിലൈസേഷൻ. ഫോസിലൈസേഷൻ ഈസ് ദ പ്രോസസ് ഓഫ് ഫോസിൽ ഫോർമേഷൻ. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു പിക്ചർ കാണാം. ഇത് ട്രൈലോബൈറ്റ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ഫോസിലാണ്. ഫൈലം ആർത്രോപോഡയിൽ സബ്ഫൈലം ട്രൈലോബൈറ്റോമോർഫയ്ക്കകത്താണ് ഈ ട്രൈലോബൈറ്റ്സ് എന്ന് പറയുന്ന ഓർഗാനിസംസ് വരുന്നത്. ഇതെല്ലാം എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ജീവവർഗങ്ങളാണ്. അപ്പോൾ ഈ ഓർഗാനിസം ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ ഏക തെളിവാണ് അവയുടെ ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഭൂമിയുടെ പല ഭാഗത്തും ഈ പറഞ്ഞ ഓർഗാനിസത്തിൻ്റെ ട്രൈലോബൈറ്റ്സിൻ്റെ ഫോസിൽസ് ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഓർഗാനിസത്തെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനും അവയിൽ നിന്ന് ഇവോൾവ് ചെയ്തിട്ടുള്ള മറ്റ് ഓർഗാനിസംസ് ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കാനും ഈ ഫോസിൽ സഹായിച്ചിട്ടുണ്ട്. ഫോസിൽസിനെ കുറിച്ച് പഠിക്കുന്ന സയൻറ്റിഫിക് ഡിസിപ്ലിന് പറയുന്ന പേരാണ് പാലിയൻറ്റോളജി. അപ്പോൾ അത് ചെയ്യുന്ന വ്യക്തിക്ക് പറയുന്ന പേരാണ് പാലിയൻറ്റോളജിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കുറേ പാലിയൻറ്റോളജിസ്റ്റുകൾ ഡൈനോസോഴ്സ് പോലെയുള്ള ഓർഗാനിസത്തിൻ്റെ ഫോസിൽസിനെ കുറിച്ച് ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ ആ ഫോസിലിനെ അൺവെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നിങ്ങളിവിടെ കാണുന്നത്. സോ പാലിയൻറ്റോളജി ഈസ് ദ സ്റ്റഡി അബൌട്ട് ഫോസിൽസ്. ദെൻ പാലിയൻറ്റോളജിസ്റ്റ് ഈസ് ദ പേഴ്സൺ ഹൂ സ്റ്റഡി ഫോസിൽ. Then conditions essential for successful fossilization. ഇപ്പോൾ ഫോസിൽസ് എന്ന് പറഞ്ഞാൽ ഡെഡ് ബോഡീസ് ആണ്, പ്ലാന്റ്സിൻ്റെയും ആനിമൽസിൻ്റെയും. ഓക്കെ, അപ്പോൾ എല്ലാ തരത്തിലുള്ള ഡെഡ് ബോഡീസും ഫോസിൽസ് ആയിട്ട് കൺവേർട്ടഡ് ആകുമോ? അതായത് നമ്മൾ ഓരോ കാലഘട്ടത്തിലും ഈ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ കോടിക്കണക്കിന് ജീവജാലങ്ങൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അവയെല്ലാം ഡെഡായി പോകുന്നുമുണ്ട്. അപ്പോൾ എല്ലാ ഡെഡ് ബോഡീസും ഫോസിൽസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമോ എന്നുള്ളൊരു ചോദ്യം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകും. പക്ഷേ എല്ലാ തരത്തിലുള്ള ഡെഡ് ബോഡീസും ഫോസിൽസ് ആകത്തില്ല. ഫോസിൽ ആകണമെങ്കിൽ അതിന് എസെൻഷ്യൽ ആയിട്ടുള്ള ഫോസിലൈസേഷന് വേണ്ടിയിട്ടുള്ള കുറേ കണ്ടീഷൻസ് ഉണ്ട്. ഒന്നാമത്തെ കണ്ടീഷനാണ് ക്വിക്ക് ബറിയൽ. അതായത് ഡെഡായി പോകുമ്പോൾ തന്നെ, ഡെഡായി പോയതിന് ശേഷം ഒരു ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ഈ ഓർഗാനിസം ഏറ്റവും ഗുഡ് പ്രിസർവേറ്റീവിനകത്ത്, ഏറ്റവും നല്ലൊരു പ്രിസർവേറ്റീവിനകത്ത് ബറീഡാണ്. ഓക്കെ, അപ്പം ക്വിക്ക് ബറിയൽ ദെൻ ഷുഡ് ബി ബറീഡ് ഇൻ എ ഗുഡ് പ്രിസർവേറ്റീവ്. അപ്പോൾ ഏത് തരത്തിലുള്ള മെറ്റീരിയലിലും ബറീഡായി പോയി കഴിഞ്ഞാൽ അത് ഫോസിലായിട്ട് കൺവേർട്ടഡ് ആകത്തില്ല. ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രിസർവേറ്റീവിനകത്ത് ബറീഡായെങ്കിൽ മാത്രമേ ഫോസിലായിട്ട് ഡെഡ് ഓർഗാനിസം കൺവേർട്ടഡ് ആകത്തുള്ളൂ. ദെൻ മൂന്നാമത്തെ എസെൻഷ്യൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ദ ബോഡി ഷുഡ് ബി പ്രിവെൻറ്റഡ് ഫ്രം ഓക്സിഡേഷൻ ആസ് എനേറോബിക് കണ്ടീഷൻ ഈസ് എസെൻഷ്യൽ. അപ്പം ഫോസിലൈസേഷൻ നടക്കണമെങ്കിൽ, ഡെഡ് ബോഡീസിൻ്റെ പാർട്സ് പ്രിസർവ്ഡ് ആകണമെങ്കിൽ എനേറോബിക് കണ്ടീഷൻ വേണം. അപ്പോൾ ഓക്സിജനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ പരമാവധി ഉണ്ടാവരുത്. അപ്പോൾ അങ്ങനെയുള്ള എനേറോബിക് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഡെഡ് ബോഡി ഫോസിലായിട്ട് കൺവേർട്ടഡ് ആകത്തുള്ളൂ. ഇനി നാലാമത്തെ എസെൻഷ്യൽ ഫീച്ചർ എന്ന് പറയുന്നത് ദ ഡെഡ് ബോഡി ഷുഡ് പൊസസ് സം ഹാർഡ് പാർട്സ്. ഇപ്പോൾ ഓർഗാനിസം എല്ലാം ഒരേപോലെ ഹാർഡ് പാർട്സ് കൊണ്ട് ഉള്ള ഓർഗാനിസംസ് ആയിരിക്കത്തില്ല. ചില ഓർഗാനിസത്തിൻ്റെ എൻറ്റയർ ബോഡി സോഫ്റ്റ് പാർട്സ് കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയുള്ള ഓർഗാനിസത്തിൽ ഫോസിലൈസേഷൻ നടക്കാനുള്ള ചാൻസസ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഓർഗാനിസത്തിന് എസെൻഷ്യലായിട്ട് കുറേ ഹാർഡ് പാർട്സ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫോസിലൈസേഷന് വേണ്ടിയിട്ടുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കണ്ടീഷൻസ്. ഏതൊക്കെയാ? ക്വിക്ക് ബറിയൽ, then should be buried in a good preservative, then the body should be prevented from oxidation as anaerobic condition is essential for
fossilization, then the dead body should possess some hard parts. ഏറ്റവും കോമൺ ആയിട്ടുള്ള മെത്തേഡ് ഓഫ് ഫോസിലൈസേഷൻ എന്ന് പറയുന്നത് ബറിയൽ ഇൻ സെഡിമെൻറ്റ്സ് ആണ്. അതായത് ഡെഡ് ബോഡിയുടെ മുകളിൽ, ഡെഡ് ഓർഗാനിസത്തിൻ്റെ മുകളിൽ സെഡിമെൻറ്റ്സ് വന്ന് ഡിപ്പോസിറ്റഡ് ആകുന്നു. അങ്ങനെ ഓരോ ലെയർ സെഡിമെൻറ്റ്സ് വന്ന് ഡിപ്പോസിറ്റഡ് ആകുമ്പോഴേക്കിന് ഈ ഡെഡ് ബോഡി അല്ലെങ്കിൽ ഫോസിലൈസ്ഡ് ആകേണ്ട ആ ഡെഡ് റിമെയിന് ഡീപ്പായിട്ടുള്ള ലെയേഴ്സിലേക്ക് പോകും. ഓക്കെ, അപ്പം ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിൽസ് ഈ സെഡിമെൻറ്റേഷൻ പ്രോസസ്സ് വഴി ബറീഡ് ആകുന്ന ഫോസിൽസ് എവിടെ വരും? ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലെയേഴ്സിൽ വരും. ഓൾഡസ്റ്റ് ഫോസിൽസ് വിൽ ബി ഇൻ ദ ഡീപ്പസ്റ്റ് ലെയേഴ്സ് ഓഫ് ദ സെഡിമെൻറ്റ്സ്. അപ്പോൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പിക്ചറൽ റെപ്രസെൻറ്റേഷനാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ സെഡിമെൻറ്റേഷൻ്റെ ഫലമായിട്ട് എർത്തിൻ്റെ ക്രസ്റ്റിൽ ഡിഫറെൻറ്റ് ലെയേഴ്സ് ഉണ്ടായിട്ടുണ്ട്. ആ ലെയേഴ്സിനെ സ്ട്രാറ്റ എന്ന് വിളിക്കും, STRATA. ഓക്കെ, അപ്പം ഡിഫറെൻറ്റ് സ്ട്രാറ്റ അറേഞ്ച് ചെയ്തിരിക്കുന്ന ലെയർ ബൈ ലെയർ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്നതാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റയിൽ നിങ്ങൾ കാണുന്നത് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഫോസിലിനെ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള ലെയർ എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അവിടെ ട്രൈലോബൈറ്റ്സ് പോലെയുള്ള ഓർഗാനിസംസ് ഒക്കെ എക്സിസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ കൂടുതലും അക്വാട്ടിക് ഫോംസിൻ്റെ ഫോസിൽസ് ആയിരിക്കും കാണുന്നത്. കാരണം ആദ്യമേ ഇവോൾവ് ചെയ്ത ഫോംസ് ഒക്കെ എവിടെയായിരുന്നു? ജലത്തിലായിരുന്നു. ഓക്കെ, അപ്പോൾ അക്വാട്ടിക് ഫോംസിൻ്റെയൊക്കെ ഫോസിൽസിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പിന്നീട് മിഡിൽ പോർഷനിലേക്കൊക്കെ വരുമ്പോഴേക്കിന് ടെറസ്ട്രിയൽ ആയിട്ടുള്ള ഓർഗാനിസത്തിനെയൊക്കെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവിടെ വരുമ്പോഴേക്കിന് ഡൈനോസോഴ്സ് പോലെയുള്ള റെപ്റ്റൈൽസിനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും മിഡിൽ പോർഷനിൽ, മിഡിൽ സ്ട്രാറ്റത്തിൽ. ഇനി ഏറ്റവും ടോപ്പ് സ്ട്രാറ്റയിലേക്ക് വരുമ്പോഴേക്കിന് ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫോസിൽസ്, അതായത് നമ്മുടെ ആന്ത്രോപോയിഡ്സിൻ്റെ ആൻസിസ്റ്റേഴ്സ്, അതായത് ഹ്യൂമൻസിൻ്റെയൊക്കെ ആൻസിസ്റ്റേഴ്സ്, ഹോമോ ഇറക്ടസ്, നിയാൻഡർതാലൻസിസ്, ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അവരുടെയൊക്കെ ഫോസിൽ കിട്ടുമെന്നുള്ളതാണ്. ഓക്കെ, അപ്പം ഈ സ്ട്രാറ്റിഫിക്കേഷൻ അല്ലെങ്കിൽ സെഡിമെൻറ്റേഷൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഫോസിലൈസേഷൻ പ്രോസസ്സിൽ ഏറ്റവും ഡീപ്പസ്റ്റ് ആയിട്ടുള്ള സ്ട്രാറ്റത്തിൽ ഏറ്റവും ഓൾഡസ്റ്റ് ഫോസിലും ഏറ്റവും ടോപ്പ് അപ്പർ മോസ്റ്റ് സ്ട്രാറ്റയിൽ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഫോസിൽസും എക്സിസ്റ്റ് ചെയ്യും. ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഫോസിലൈസേഷൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് പോംപൈ ഫോസിൽസ് എന്ന് പറയുന്നത്. അതായത് ഇറ്റലി എന്ന് പറയുന്ന രാജ്യത്ത് പോംപൈ എന്ന് പറയുന്ന ഒരു നഗരമുണ്ടായിരുന്നു. ഒരു പൗരാണിക നഗരമാണ്. അപ്പോൾ അവിടെ ആ നഗരത്തിന് ചുറ്റും അല്ലെങ്കിൽ ആ നഗരത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ആക്റ്റീവായിട്ടുള്ള, അന്നത്തെ കാലത്തുള്ളൊരു ആക്റ്റീവായിട്ടുള്ള ഒരു വോൾക്കാനയായിരുന്നു മൗണ്ട് വെസൂവിയസ് എന്ന് പറയുന്നത്. അപ്പോൾ മൗണ്ട് വെസൂവിയസ് ഏകദേശം 79 AD ആയപ്പോഴേക്കിനും അത് എന്ത് ചെയ്തു? ഇറപ്റ്റ് ചെയ്തിട്ട് ലാവ പെട്ടെന്ന് തന്നെ ഈ പറഞ്ഞ പോംപൈ എന്ന് പറയുന്ന ആ പർട്ടിക്കുലർ ഏരിയയിലേക്ക് സ്പ്രെഡായി. അവിടെ ഉണ്ടായിരുന്ന ഇൻഡിവിജ്വൽസിനെ എല്ലാം പെട്ടെന്ന് തന്നെ ഈ ലാർവ എൻഗൾഫ് ചെയ്തു, അല്ലെങ്കിൽ ലാർവ കൊണ്ട് അവരെല്ലാം ഡിപ്പോസിറ്റഡായി, അവരെല്ലാം ഡെഡായി പോയി എന്നുള്ളതാണ്. അപ്പോൾ ലാവ എന്ന് പറയുന്നത് ഒരു ഏറ്റവും നല്ലൊരു പ്രിസർവേറ്റീവാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ആ വോൾക്കാനിക് ഇറപ്ഷൻ നടന്നപ്പോൾ ഈ വീടുകളിലൊക്കെ, പോംപൈ നഗരത്തിൽ വീടുകളിലൊക്കെ ആൾക്കാർ എങ്ങനെയാണോ എക്സിസ്റ്റ് ചെയ്തിരുന്നത് അതേപോലെയുള്ള ഒരു അറേഞ്ച്മെൻറ്റിൽ അവർ ഫോസിലൈസ്ഡായി. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഹ്യൂമൻ ഫോസിലൈസേഷൻ്റെ എക്സാമ്പിളാണ് പോംപൈ എന്ന് പറയുന്ന നഗരത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഫോസിൽസ്. ഇനി രണ്ടാമത്തെ ഒരു കാറ്റഗറിയാണ് റാങ്കോ ലാബ്രിയ ഫോസിൽസ്. ഇത് കാലിഫോർണിയയിലാണ്. ഇവിടെ ഫോസിലൈസേഷൻ നടക്കാനുള്ള കാരണം ആസ്ഫാൾട്ടിൻ്റെ ഡെപ്പോസിഷനാണ്. ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാൽ ടാറ് പോലെയുള്ള, നമ്മുടെ റോഡൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ടാറ് പോലെയുള്ള ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ആസ്ഫാൾട്ട് ഡിപ്പോസിറ്റഡായി പലതരത്തിലുള്ള വെർട്ടിബ്രേറ്റ് കാറ്റഗറിയും ഇവിടെ ഫോസിലൈസ്ഡ് ആയിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് ഫോസിൽസ് ആണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോസിൽസ് ഓർ ഡിഫറെൻറ്റ് കാറ്റഗറീസ് ഓഫ് ഫോസിൽസ്. പല കാറ്റഗറീസ് ഉണ്ട്, 1 by 1 ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യും. ഫസ്റ്റ് കാറ്റഗറിയാണ് ആക്ച്വൽ റിമെയിൻസ്. അതായത് ഒരു ഓർഗാനിസം അതേപോലെ തന്നെ പ്രിസർവ്ഡ് ആകുന്ന കണ്ടീഷനാണ് ആക്ച്വൽ റിമെയിൻസ് എന്ന് പറയുന്നത്. ഡെഡ് ആനിമൽസ് ആർ പ്രിസർവ്ഡ് ആസ് സച്ച് ഈവൻ വിത്ത് ദ സോഫ്റ്റ് പാർട്സ് ഓഫ് ദ ബോഡി. അതായത്
ശരീരത്തിൻ്റെ സോഫ്റ്റ് പാർട്സ് ഉൾപ്പെടെ പ്രിസർവ്ഡ് ആകുന്ന ഒരു കണ്ടീഷനാണ് ആക്ച്വൽ റിമെയിൻസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ രീതിയിൽ സംഭവിക്കുന്നത് ആർട്ടിക് ഡീപ്പ് സെഡിമെൻസിലാണ്, അല്ലെങ്കിൽ പിന്നെ പോംപെയിൽ സംഭവിച്ചതുപോലെ വോൾക്കാനിക് ആഷസിൽ. ഐസിൽ സംഭവിക്കും ആർട്ടിക് റീജിയനിൽ, പിന്നെ വോൾക്കാനിക് ആഷസ് ഉപയോഗിച്ച് നടക്കും. ആസ്ഫാൾട്ട്, ടാർ പോലെയുള്ള സബ്സ്റ്റൻസ് കൊണ്ട് നടക്കും. പിന്നെ ആംബർ പോലെയുള്ള ഒരു റെസിൻ ലൈക്ക് സബ്സ്റ്റൻസ്. അപ്പം ഇതൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ സാധനങ്ങളെല്ലാം, അതായത് ഐസ് എന്ന് പറഞ്ഞാലും വോൾക്കാനിക് ആഷ് എന്ന് പറഞ്ഞാലും ആസ്ഫാൾട്ട് എന്ന് പറഞ്ഞാലും അംബർ എന്ന് പറഞ്ഞാലും എല്ലാം ഗുഡ് പ്രിസർവേറ്റീവ്സ് ആണ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഇതുപോലുള്ള ഐഡിയൽ ആയിട്ടുള്ള പ്രിസർവേറ്റീവ്സിനകത്ത് ഡെഡ് ബോഡീസ് ട്രാപ്ഡ് ആകുമ്പോഴേക്കിന് എന്ത് സംഭവിക്കും? സോഫ്റ്റ് പാർട്സ് ഉൾപ്പെടെ ഓർഗാനിസത്തിൻ്റെ പ്രിസർവ്ഡ് ആവും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ ഇവിടെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമേ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഫോസിൽ ഓഫ് ഐസ് ഏജ് വൂളി മാമോത്ത്. വൂളി മാമോത്ത് എന്ന് പറയുന്നത് ഇപ്പോഴുള്ള എലിഫൻസിൻ്റെ ഒരു ആൻസിസ്ട്രൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രിമിറ്റീവ് കാറ്റഗറിയാണ്. ഐസ് ഏജിലൊക്കെ എക്സിസ്റ്റ് ചെയ്തിരുന്ന ഒരു ഇപ്പോഴുള്ള എലിഫൻസിനേക്കാളും വളരെ ജയൻ്റ് ആയിട്ടുള്ള എലിഫൻസ് ആണ് വൂളി മാമോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഐസിലൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട്, കോൾഡ് ടെമ്പറേച്ചറിലൊക്കെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് മാസീവായിട്ടുള്ള ബോഡി ഉണ്ടായിരുന്നു. ഫാറ്റ് ഡിപ്പോസിഷൻ കൂടുതലായിരുന്നു. അതുപോലെ തന്നെ അവരുടെ ശരീരത്തെ കവർ ചെയ്ത് ഇപ്പോഴത്തെ മോഡേൺ എലിഫൻസിന് ഇല്ലാത്ത രീതിയിലുള്ള ഹെയർ കവറിങ് ഉണ്ടായിരുന്നു. ഇപ്പം നിങ്ങളിത് പലതരത്തിലുള്ള മൂവീസിലുമൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഓർഗാനിസത്തിൻ്റെ വൂളി മാമോത്തിൻ്റെ ഫോസിൽസ് ആക്ച്വൽ റിമെയിൻസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അതായത് ഐസ് എന്ന് പറയുന്നത് ഏറ്റവും നല്ല പ്രിസർവേറ്റീവ് ആണ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ മോർച്ചറിയിൽ അല്ലെങ്കിൽ അതുപോലുള്ള കണ്ടീഷനിൽ നമ്മൾ വെക്കുന്നത് കോൾഡ് ടെമ്പറേച്ചറിലാണ്. അപ്പോൾ കോൾഡ് ടെമ്പറേച്ചർ ഓർഗാനിസത്തിൻ്റെ ആക്ച്വൽ ബോഡി ആർക്കിടെക്ചറിനെ അതേപോലെ തന്നെ എന്ത് ചെയ്യും? മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ മാസീവായിട്ടുള്ള ഗ്ലേഷ്യേഴ്സിനകത്തും ഐസിനകത്തും ഒക്കെ ട്രാപ്ഡ് ആയിട്ടുള്ള മാമോത്തിൻ്റെ ഡെഡ് ബോഡീസ് ഇപ്പോഴും ലോകത്തിൻ്റെ പോളാർ റീജിയനിലെ പല ഭാഗങ്ങളിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരു ഫോസിലിനെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ആ ഓർഗാനിസത്തിൻ്റെ ഒരു ചിത്രകാരൻ്റെ ഭാവനയാണ്, ഇത് അതിൻ്റെ ഒറിജിനലാണ്. ഓക്കെ, ഇനി അടുത്ത കാറ്റഗറിയാണ് ആനിമൽസ് ട്രാപ്ഡ് ഇൻ അംബർ. അതായത് ചില പ്ലാന്റ്സിൻ്റെയൊക്കെ ബാർക്കിനകത്ത് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടാകുമ്പോഴേക്കിന് കറ പോലെ ഉള്ള ഒരു വിസ്കസ് ആയിട്ടുള്ള മറ്റീരിയൽ പുറത്തേക്ക് വരും. ഇപ്പം നിങ്ങൾക്കറിയാം, അങ്ങനെയുള്ള പല തരത്തിലുള്ള പ്ലാന്റ്സ് ഉണ്ട്, മരങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലൊക്കെ, അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ വളർത്തുന്ന അല്ലെങ്കിൽ സാധാരണ രീതിയിൽ നട്ട് പിടിപ്പിക്കുന്ന പല മരങ്ങളിലും ഇതേപോലെയുള്ള പശപശപ്പുള്ള ഒരു ഫ്ലൂയിഡ് മെറ്റീരിയൽ അതിൻ്റെ ബാർക്കിൽ നിന്ന് ഉണ്ടാകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലുള്ള ഫ്ലൂയിഡിനകത്തേക്ക് ഓർഗാനിസംസ് ഡയറക്റ്റ് ആയിട്ട് ട്രാപ്ഡ് ആകുന്ന ഒരവസ്ഥയാണ് അംബർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ എക്സൂഡ് ചെയ്തിരിക്കുന്ന ആ ഫ്ലൂയിഡിനകത്തേക്ക് ട്രാപ്ഡ് ആയിരിക്കുന്നത് ഒരു ഫ്രോഗാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഒരു ഇൻസെക്റ്റിനെ കാണാൻ സാധിക്കും. ലെഫ്റ്റ് സൈഡിൽ ഒരു ഫ്രോഗ് ട്രാപ്ഡ് ആയിരിക്കുന്നു, റൈറ്റ് സൈഡിൽ ഒരു ഇൻസെക്റ്റ് ട്രാപ്ഡ് ആയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇത് ലിക്വിഡായിട്ട് വന്നിട്ട് അപ്പോൺ എക്സ്പോഷർ ടു എയർ ഇതെന്താവും? സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ സർഫസിൽ ഒരു ഓർഗാനിസം ഇരിക്കുകയാണെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ തവള ഇരിക്കുകയാണെന്ന് വിചാരിക്കുക, ഇവിടെയാണെങ്കിൽ ഒരു ഇൻസെക്റ്റ്. ആ ഓർഗാനിസത്തിൻ്റെ ചുറ്റും പെട്ടെന്ന് തന്നെ ഈ ബാർക്കിൽ നിന്ന് എക്സൂഡ് ചെയ്ത ആ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ ആ ഓർഗാനിസത്തിനെ ഇത് ട്രാപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. മൊത്തം അതിൻ്റെ എൻ്റയർ ബോഡി സർഫസിൽ ഈ ഫ്ലൂയിഡ് സ്പ്രെഡ് ആവുന്നു. പിന്നീട് ആ ഫ്ലൂയിഡ് സോൾഡിഫൈ ചെയ്ത് അത് അംബർ എന്ന് പറയുന്ന ഒരു ഫോസിലായിട്ട് മാറുന്നു. അത് പിന്നീട് എർത്തിൻ്റെ സെഡിമെൻസിൽ, അതായത് ഡിഫറെൻറ്റ് സ്ട്രാറ്റയിൽ അത് ട്രാപ്ഡ് ആവും. പിന്നീട് എക്സ്കവേറ്റ് ചെയ്ത് അതുപോലുള്ള അംബർ പോലെയുള്ള മറ്റീരിയൽസിനെ സയൻറ്റിസ്റ്റുകൾക്ക് അല്ലെങ്കിൽ പാലിയോളജിസ്റ്റുകൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറയുന്നത് ആ ഓർഗാനിസം ലൈവായിട്ട് തന്നെയാണ് ഇതിനകത്തേക്ക് ട്രാപ്ഡ് ആവുന്നത്. പിന്നീട് അതിനകത്ത് വെച്ചാണ് അത് ഡെഡ് ആകുന്നത്. അപ്പോൾ ആ ഓർഗാനിസത്തിൻ്റെ ഈവൻ സോഫ്റ്റ് പാർട്സ് പോലും പ്രിസർവ്ഡ് ആവും.
അപ്പോൾ ഇത് നിങ്ങൾ ജുറാസിക് പാർക്ക് എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ആംബറിൻ്റെ ഒരു ഫോസിൽ എന്ന് പറയുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. അതായത് ആ മൂവിക്കകത്ത് ഈ ജുറാസിക് പീരീഡിലുള്ള ഡൈനോസേഴ്സിനെ ഒരു പാർക്കിനകത്ത് റീക്രിയേറ്റ് ചെയ്യുന്ന ഒരു തരത്തിലുള്ള തീമാണ് ആ മൂവിക്കകത്ത് ഉള്ളത്. അപ്പോൾ അതിനകത്ത് ഇദ്ദേഹമാണ്, ഈ കാണിച്ചിരിക്കുന്ന വ്യക്തിയാണ് ആ പാർക്കിൻ്റെ ഉടമ. അദ്ദേഹം ആക്ച്വലി ഈ ഡൈനോസോഴ്സിനെ, എക്സ്റ്റിങ്ക്റ്റ് ആയി പോയിട്ടുള്ള ഓർഗാനിസത്തിനെ റീക്രിയേറ്റ് ചെയ്യുന്നത് ഒരു അംബറിൽ നിന്ന് കിട്ടുന്ന മസ്കിറ്റോയുടെ ഇത് ഉപയോഗിച്ചിട്ടാണ്, അനാലിസിസ് ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു ഈ മൂവിക്കകത്ത് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത് സയൻസ് ഫിക്ഷനാണ്, ഇത് ഇമാജിനറി ആയിട്ടുള്ളൊരു കണ്ടീഷനാണ്. അതായത് ഒരു ഡൈനോസോഴ്സിനെ ബൈറ്റ് ചെയ്ത മോസ്കിറ്റോ, അതിൻ്റെ ബ്ലഡ് സക്ക് ചെയ്തൊരു മോസ്കിറ്റോ അംബറിനകത്ത് ട്രാപ്ഡ് ആയിപ്പോയി. അങ്ങനെ ട്രാപ്ഡ് ആയിപ്പോയിട്ടുള്ള ആ അംബർ ഫോസിലിനെ പാലിയന്റോളജിസ്റ്റുകൾക്ക് കിട്ടി. എന്നിട്ട് ഈ പാലിയന്റോളജിസ്റ്റുകൾ അല്ലെങ്കിൽ പിന്നീട് അതിനെ ബയോകെമിക്കൽ അനാലിസിസിന് വിധേയമാക്കി ആ ഫോസിലിനെ. അപ്പോൾ അതിനകത്ത് ഈ ഡൈനോസോറിൻ്റെ DNA, ഇത് ബ്ലഡ് സക്ക് ചെയ്തതുകൊണ്ട് മോസ്കിറ്റോയുടെ ശരീരത്തിനുള്ളിൽ ഡൈനോസോറിൻ്റെ DNA ഉണ്ടായിരുന്നു. ആ DNA ഉപയോഗിച്ചിട്ട് ജനറ്റിക് എൻജിനീയറിങ്ങിൻ്റെ മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് അവസാനം ഡൈനോസോഴ്സിനെ റീക്രിയേറ്റ് ചെയ്തു എന്നുള്ളതാണ് ആ സിനിമയുടെ ഏകദേശം ഒരു തീം എന്ന് പറയുന്നത്. അപ്പം ഞാനിതിവിടെ പറയാനുള്ള കാരണം ഇങ്ങനെ ഈ ഒരു ഇൻസ്റ്റൻസ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ എന്താണ് അംബർ എന്നുള്ളത് മനസ്സിലാകുമല്ലോ എന്നോർത്തിട്ടാണ്. സെക്കൻഡ് കാറ്റഗറി ഫോസിൽസ് ആണ് പെട്രിഫൈഡ് ഫോസിൽസ് എന്ന് പറയുന്നത്. ഇപ്പം ഇവിടെ ഒറിജിനൽ പാർട്സ് എന്ന് പറയുന്നത് മിനറൽ മാറ്റർ കൊണ്ട് റീപ്ലേസ്ഡ് ആവുകയാണ്. അതായത് ഒറിജിനലായിട്ട് ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ടും ഇവിടെ പ്രിസർവ്ഡ് ആവുന്നില്ല. പക്ഷേ ഒറിജിനൽ പാർട്സിനെ റീപ്ലേസ് ചെയ്ത മിനറൽ മാറ്റർ ആ ഓർഗാനിസത്തിൻ്റെ അതേ ആർക്കിടെക്ചർ എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യും. അപ്പം പെട്രിഫൈഡ് ഫോസിൽസ് ഉണ്ടാകുന്ന പ്രോസസ്സിന് പറയുന്ന പേരാണ് പെട്രിഫാക്ഷൻ എന്ന് പറയും. പെട്രിഫാക്ഷൻ, the method is known as petrifaction. Then woody parts of trees and hard parts of animals are preserved by this method. ഇപ്പോൾ സിലിക്ക, അയൺ, കാൽസ്യം കാർബണേറ്റ് ആൻഡ് മഗ്നീഷ്യം ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയിരിക്കുന്ന മിനറൽ മാറ്റർ എന്ന് പറയുന്നത്. അതായത് ഓർഗാനിസത്തിൻ്റെ പാർട്ടിനെ മിനറൽ മാറ്റർ കൊണ്ട് റീപ്ലേസ് ചെയ്യാണ്. അപ്പോൾ ആ റീപ്ലേസ് ചെയ്യുന്ന മിനറൽസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാകാം? സിലിക്ക ആകാം, അയൺ ആകാം, കാൽസ്യം കാർബണേറ്റ് ആകാം, അല്ലെങ്കിൽ മഗ്നീഷ്യം പോലെയുള്ള മെറ്റീരിയൽസ് ആകാം. ഇപ്പോൾ ഇത് ഒരു ഫിഷിൻ്റെ പെട്രിഫൈഡ് ഫോസിലാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഓർഗാനിസത്തിൻ്റെ ഒരു പാർട്ട് ഇവിടെ പ്രിസർവ്ഡ് ആയിട്ടില്ല. ഓർഗാനിസത്തിൻ്റെ പാർട്ടിനെ അതേ ഷേപ്പ്, ആർക്കിടെക്ചർ കാണിക്കുന്ന രീതിയിൽ മിനറൽസ് എന്ത് ചെയ്തിരിക്കുകയാണ്, ഡിപ്പോസിറ്റ് ചെയ്ത് റീപ്ലേസ് ചെയ്തിരിക്കുകയാണ്. ഇനി രണ്ടാമത് നിങ്ങൾ കാണുന്നത് എഗെയിൻ ഒരു ട്രൈലോബൈറ്റിൻ്റെ ഫോസിലാണ്. ഓക്കെ, അപ്പോൾ ഇത് നോക്കുക, ഈ കാണുന്നതൊന്നും ഓർഗാനിസത്തിൻ്റെ ഒറിജിനൽ പാർട്സ് അല്ല. ആ ഒറിജിനൽ പാർട്സിനെ റീപ്ലേസ് ചെയ്ത് മിനറൽസ് ഡിപ്പോസിറ്റഡ് ആയതാണ്. അടുത്ത കാറ്റഗറി ഫോസിൽസ് ആണ് മോൾഡ്സ്. മോൾഡ് എന്ന് പറയുന്നത് ഏകദേശം എന്താണെന്ന് നിങ്ങൾക്ക് അറിയായിരിക്കും. A hollow cavity left in the mud by the dead organism due to the hardening of the surrounding material. അതായത് ഓർഗാനിസം ഡെഡായി എക്സിസ്റ്റ് ചെയ്യുന്നത് ഒരു മഡ് പോലെയുള്ള പ്രിസർവേറ്റീവിലാണ്. അപ്പം മഡിൻ്റെ പ്രത്യേകത എന്താണ്? അതിനകത്തുള്ള മോയ്സ്ചർ കണ്ടൻറ്റ് പോയി കഴിയുമ്പോഴേക്കിനും അത് സോൾഡിഫൈ ചെയ്യും. അപ്പോൾ ഓർഗാനിസം ഈ മഡിനകത്ത് ട്രാപ്ഡ് ആണ്. പിന്നീട് ആ മഡിനകത്ത് വെച്ച് അതിന് ഡീകമ്പോസിഷൻ സംഭവിക്കുകയാണ്. ഡീകമ്പോസിഷൻ സംഭവിക്കുമ്പോഴേക്കിന് സറൗണ്ടിങ് ആയിട്ടുള്ള മഡിനകത്ത് മോയ്സ്ചർ കണ്ടൻറ്റിന് ലോസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ സറൗണ്ടിങ് ആയിട്ടുള്ള മഡ് ഹാർഡൻ ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സറൗണ്ടിങ് മെറ്റീരിയൽ ഹാർഡൻഡ് ആകുമ്പോഴേക്കിന് ഓർഗാനിസം എക്സിസ്റ്റ് ചെയ്ത ആ ഏരിയയിൽ ഒരു ക്യാവിറ്റി ഉണ്ടാകും. അങ്ങനെ ഉണ്ടാകുന്ന ഓർഗാനിസത്തിൻ്റെ റെപ്രസെൻ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ക്യാവിറ്റിക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോൾഡ്സ് എന്ന് വിളിക്കുന്നത്. ദ മോൾഡ് ഗീവ്സ് ദ എക്സാക്ട് എക്സ്റ്റേണൽ മോർഫോളജി ബട്ട് നോട്ട് ഇൻറ്റേർണൽ സ്ട്രക്ചർ. അപ്പോൾ ഇതിന് ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ആയിട്ടുള്ള മോർഫോളജി മാത്രമേ ഉള്ളൂ മോൾഡ്സ് ഉപയോഗിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ട്രൈലോബൈറ്റിന് തന്നെ ഒരു മോൾഡാണ് നിങ്ങൾ കാണുന്നത്. ആ ഓർഗാനിസത്തിൻ്റെ എക്സ്റ്റേണൽ ഫീച്ചേഴ്സ്, അതായത് ട്രൈലോബൈറ്റ് എന്ന് അത് വിളിക്കാനുള്ള
കാരണം എന്താണ് 3 ലോബ്ഡ് ഓർഗാനിസം ആണ്. 3 ലോബ്സ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇൻറ്റേർണലി അതിൻ്റെ ആർക്കിടെക്ചർ എന്താണെന്നുള്ളത് ഈ പർട്ടിക്കുലർ ഫോസിൽ ഉപയോഗിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അടുത്ത കാറ്റഗറിയാണ് കാസ്റ്റ്സ് എന്ന് പറയുന്ന ഫോസിൽസ്. അപ്പോൾ കാസ്റ്റ് എന്ന് പറയുന്നത് ഈ മോൾഡ് പോലെ തന്നെയുള്ള ഒരു തരത്തിലുള്ള ഫോസിൽസ് ആണ്. പക്ഷേ ക്യാവിറ്റി അവിടെ എന്താണ് മോൾഡിങ്ങിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ആ ക്യാവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് റീപ്ലേസ്ഡ് ബൈ മിനറൽ മാറ്റർ. ദ ക്യാവിറ്റീസ് ഓഫ് ദ മോൾഡ് മേ ബിക്കം ഫിൽഡ് വിത്ത് മിനറൽസ് റിസൾട്ടിങ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഫോസിൽസ് നോൺ ആസ് കാസ്റ്റ്. ഓക്കെ, അപ്പം ഇംപ്രഷൻസ് ഉണ്ടായിട്ടുണ്ട്. ആ ഇംപ്രഷൻസിനകത്തേക്ക് എന്ത് വരുന്നു? മിനറൽസ് ഡിപ്പോസിറ്റഡ് ആവുന്നു. അപ്പോൾ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈവൻ സോഫ്റ്റ് ബോഡി പാർട്സ് ക്യാൻ ബി പ്രിസർവ്ഡ്. അപ്പോൾ എക്സ്റ്റേണൽ മോർഫോളജി മാത്രമല്ല, ഇൻറ്റേർണൽ ആയിട്ടുള്ള ഓർഗനൈസേഷനും ഏകദേശം കാസ്റ്റിനകത്ത് കിട്ടും. ഓക്കെ, അപ്പം ഇതാണ് മോൾഡും കാസ്റ്റും തമ്മിലുള്ള വ്യത്യാസം. എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇംപ്രഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ആ ഉണ്ടായ ഹോളോ ക്യാവിറ്റിക്കകത്തെല്ലാം മിനറൽ മാറ്റർ ഡിപ്പോസിറ്റഡ് ആയിട്ടാണ് കാസ്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഇപ്പോൾ രണ്ടും ഏകദേശം എക്സ്റ്റേണൽ ഫീച്ചേഴ്സിനെ തന്നെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നീട് ഇൻറ്റേർണൽ ഓർഗനൈസേഷൻ ഒരു സോഫ്റ്റ് പാർട്സിൻ്റെ പ്രിസർവേഷൻ നടക്കുന്നത് കൊണ്ട് ഏകദേശം കാസ്റ്റിനകത്ത് അറിയാൻ പറ്റും. പക്ഷേ അത് നല്ല രീതിയിൽ അറിയണമെങ്കിൽ വേറെ ടൈപ്പ് ഫോസിൽസ് ഒക്കെ വേണം എന്നുള്ളതാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് കോർപ്പറോലൈറ്റ്സ് എന്ന് പറയുന്നത്. കോർപ്പറോലൈറ്റ്സ് എന്ന് പറയുന്നത് ഫോസിലൈസേഷൻ ഓഫ് എക്സ്ക്രീറ്ററി മാറ്റർ ഓഫ് ഓർഗാനിസംസ്, അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഫോസിൽസ് ആണ്. അതായത് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെയൊക്കെ എക്സ്ക്രീറ്ററി മാറ്റർസ് എന്ത് ചെയ്യുന്നു? ഫോസിലൈസ്ഡ് ആകുന്നു. അതായത് എക്സ്ക്രീറ്ററി മാറ്റർ അതിൻ്റെ ഒറിജിനൽ കമ്പോസിഷനിൽ, അതായത് എങ്ങനെയാണ് അത് ഡ്രോപ്പ് ചെയ്തത് അതേപോലെ തന്നെ ആ മെറ്റീരിയൽ പ്രിസർവ്ഡ് ആകുകയല്ല, ഏതെങ്കിലും മിനറൽ മാറ്റർ കൊണ്ട് റീപ്ലേസ്ഡ് ആയിട്ട് ആ ഓവറോൾ അതിൻ്റെ ആർക്കിടെക്ചർ, അതിൻ്റെ സ്റ്റൂളിൻ്റെ ആർക്കിടെക്ചർ നമുക്ക് ഫോസിലിൻ്റെ രൂപത്തിൽ കിട്ടുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ ഒരു പൈൽ ഓഫ് ഫീക്കൽ മാറ്ററാണ് നിങ്ങൾ കാണുന്നത്. അത് ആ ഒറിജിനൽ ഫീക്കൽ മാറ്ററിന് പകരമായിട്ട് മിനറൽസ് എന്ത് ചെയ്തു? റീപ്ലേസ് ചെയ്തു. ഇവിടെയും അതേപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതുകൊണ്ടുള്ള അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അതിൻ്റെ മോഡ് ഓഫ് ഡയറ്റ്, ന്യൂട്രീഷൻ, ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഐഡിയ കിട്ടും. അതുപോലെ തന്നെ എൻ്റെ അലിമെൻ്ററി കനാലിൻ്റെ ആർക്കിടെക്ചറിനെ കുറിച്ചിട്ടുള്ള ഒരു പ്രിലിമിനറി ഡേറ്റ ഒക്കെ ഇതിൽ കിട്ടുമെന്നുള്ളതാണ്. ഇനി അടുത്ത കാറ്റഗറിയാണ് ട്രാക്സ് ആൻഡ് ട്രെയിൽസ്. ട്രാക്സ് ആർ ഫുട് പ്രിൻറ്റ്സ് ഓൺ വെറ്റ് സാൻഡ് ഓർ മഡ്. അതായത് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള ആനിമൽസിൻ്റെ ഫുട് പ്രിൻറ്റ്സ് ആണ് ട്രാക്സ് എന്ന് പറയുന്നത്. ഇനി ട്രെയിൽസ് എന്ന് പറയുന്നത് ഈ ക്രോളിംഗ് ഓർഗാനിസംസ് ഉണ്ട്, അതായത് സ്നേക്സ് ഒക്കെ പോലെയുള്ള അല്ലെങ്കിൽ റെപ്റ്റൈൽസ് ഒക്കെ പോലെയുള്ള ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനുള്ള ഓർഗാനിസംസ്. അപ്പോൾ അവർ ക്രോൾ ചെയ്ത് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രഷൻസ്, അതായത് എർത്ത് സർഫസിലുണ്ടാകുന്ന ഇംപ്രഷൻസ് ആണ് ട്രെയിൽസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ട്രാക്സ് എന്ന് പറയുന്നത് ഫുട് പ്രിൻറ്റ്സ് ആണ്. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഡൈനോസോഴ്സ് പോലെയുള്ള ഓർഗാനിസത്തിൻ്റെ ഒരു ഫുട് പ്രിൻ്റ് ആണ് കാണിച്ചിരിക്കുന്നത് ഇൻ കമ്പാരിസൺ ടു ഹ്യൂമൻസ്. അതായത് ഹ്യൂമൻ്റെ പാം, കൈ, അതിൻ്റെ സൈസുമായിട്ട് ഇവിടെ കമ്പാരിസൺ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് ഒരു രീതിയിലുള്ള മഡ് പോലെയുള്ള മെറ്റീരിയൽസിനകത്തേക്ക് ഈ ഫുട് പ്രിൻറ്റ്സ് ഉണ്ടാകുമ്പോഴേക്കിനാണ് ട്രാക്സ് ഉണ്ടാകുന്നത്. ഇനി അടുത്തത് ട്രെയിൽസ് ആണ്. അതും ഈ മഡ് പോലെയുള്ള പ്രിസർവേറ്റീവ്സിനകത്തൂടെ ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനുള്ള ഓർഗാനിസംസ് മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഇംപ്രഷൻസ് ആണ്. ഓക്കെ, അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫോസിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണെന്നൊന്ന് റീക്യാപ്പ് ചെയ്ത് നോക്കാം. ഇതിനെയൊക്കെ കുറിച്ച് നമ്മൾ പറഞ്ഞു എന്നുള്ളത്. ഒന്നാമത്തെ കാറ്റഗറിയാണ് ആക്ച്വൽ റിമെയിൻസ്. അപ്പം ഈവൻ സോഫ്റ്റ് പാർട്സ് പ്രിസർവ്ഡ് ആവും, അതാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജ്. ഹോൾ ഓർഗാനിസമാണ് ഇവിടെ പ്രിസർവ്ഡ് ആവുന്നത്. ഇവിടെ പ്രിസർവ്ഡ് ആകുന്ന മെറ്റീരിയൽസ് എന്ന് പറയുന്നത്, പ്രിസർവേറ്റീവ്സ് എന്ന് പറയുന്നത് വോൾക്കാനിക് ആഷസ്, പിന്നെ ഐസ്, ആസ്ഫാൾട്ട്, അംബർ, ഇതൊക്കെയാണ്. ഇനിയുള്ളത് പെട്രിഫൈഡ് ഫോസിൽസ് ആണ്. പെട്രിഫൈഡ് ഫോസിൽസ് ഉണ്ടാകുന്നത് പെട്രിഫാക്ഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴിയാണ്. അവിടെ ഒറിജിനൽ പാർട്സ് മിനറൽ മാറ്റൽ കൊണ്ട് റീപ്ലേസ്ഡ് ആകും. സിലിക്ക, അയൺ, കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, ഇതൊക്കെയാണ് റീപ്ലേസ് ചെയ്യുന്ന മിനറൽ മാറ്റേഴ്സ്. ഇനിയുള്ളത് മോൾസ് എന്ന് പറയുന്നത് ഒരു ഹോളോ ക്യാവിറ്റിയാണ്. മഡിനകത്ത് ഉണ്ടാകും. ഡെഡ് ഓർഗാനിസം ആ ക്യാവിറ്റിയിൽ ഡീക്കേ ചെയ്ത് പോകും.
സറൗണ്ടിങ് ആയിട്ടുള്ള മഡ് മെറ്റീരിയൽ ഹാർഡൻ ചെയ്ത് ഇംപ്രഷൻ ഉണ്ടാവും. എക്സ്റ്റേണൽ മോർഫോളജി കൂടുതൽ പഠിക്കാൻ പറ്റും, പക്ഷേ ഇൻറ്റേർണൽ ആർക്കിടെക്ചർ കിട്ടില്ല. ഇനി കാസ്റ്റ് എന്ന് പറയുന്നത് ഈ മോൾഡിൻ്റെ ഹോളോ ക്യാവിറ്റി മിനറൽ മാറ്റർ കൊണ്ട് ഡിപ്പോസിറ്റഡ് ആവും. അപ്പം ഈവൻ സോഫ്റ്റ് ബോഡി പാർട്സ് ക്യാൻ ബി പ്രിസർവ്ഡ് ബൈ ദിസ് ടൈപ്പ് ഓഫ് ഫോസിലൈസേഷൻ. ഓക്കെ, ഇപ്പോൾ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ്. ഒന്ന് ക്യാവിറ്റിയാണ്, ആ ക്യാവിറ്റിക്കകത്ത് മെറ്റീരിയൽസ് ഡിപ്പോസിറ്റഡ് ആയി അതിൻ്റെ മോർഫോളജി ഫുള്ളായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആകുന്നതാണ് കാസ്റ്റ് എന്ന് പറയുന്നത്. ഈ കോർപ്പറലൈറ്റ്സ് എന്ന് പറയുന്നത് പ്രീ ഹിസ്റ്റോറിക് ആയിട്ടുള്ള പ്ലാന്റ്സിൻ്റെ ആനിമൽസിൻ്റെയൊക്കെ ഫിക്കൽ മാറ്ററിൻ്റെ ഫോസിലൈസേഷനാണ്. അപ്പം ഒറിജിനൽ ഫീക്കൽ മാറ്റർ അല്ല, ആ ഫീക്കൽ മാറ്ററിന് കറസ്പോണ്ടിങ് ആയിട്ട് മിനറൽസ് എന്ത് ചെയ്യുന്നു, ഡിപ്പോസിറ്റ് ചെയ്യുന്നു. ഇനിയുള്ളത് ട്രാക്സ് ആൻഡ് ട്രെയിൽസ് ആണ്. ട്രാക്സ് എന്ന് പറയുന്നത് ഫുട് പ്രിൻറ്റ്സ് ആണ്. പിന്നെ ട്രെയിൽസ് എന്ന് പറയുന്നത് ക്രോളിംഗ് മോഡ് ഓഫ് ലോക്കോമോഷനുള്ള ഓർഗാനിസത്തിൻ്റെ ഇംപ്രഷൻസ് ആണ്. ഇനി ഫോസിൽ എവിഡൻസ് ഫോർ എവല്യൂഷൻ ആൻഡ് എക്സാമ്പിൾ, നമ്മളിവിടെ ഒരു ഓർഗാനിസത്തിനെ എക്സാമ്പിളായിട്ട് കാണിച്ചിരിക്കുകയാണ്. അതായത് ജർമ്മനിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഒരു ഫോസിൽ എവിഡൻസ് ഏതാണ്? ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസം. ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ റെപ്റ്റൈൽസ് ആൻഡ് ബേർഡ്സ്. അതായത് നമ്മളിപ്പോൾ മോഡേൺ സയൻസ് ബയോളജി പറയുന്നത് ബേർഡ്സ് ഒറിജിനേറ്റ് ചെയ്തത് റെപ്റ്റൈൽസിൽ നിന്നാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ രീതിയിൽ കേട്ടിട്ടുണ്ടായിരിക്കും, ബേർഡ്സ് ആർ ഗ്ലോറിഫൈഡ് റെപ്റ്റൈൽസ്. അതായത് റെപ്റ്റൈലിയൻ ഒറിജിനാണ് ആർക്കുള്ളത്? ബേർഡ്സിന് ഉള്ളത്. അപ്പോൾ ഇത് പ്രൂവ് ചെയ്തത് ഒരു ഫോസിലിൽ നിന്നാണ്. അപ്പം എവല്യൂഷണറി ട്രാൻസ്ഫോർമേഷൻ ഓഫ് റെപ്റ്റൈൽസ് ഇൻ ടു ബേർഡ്സ്, ആ കൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം ആർക്കിയോപ്ടെറിക്സ് എന്ന് പറയുന്ന ഒരു ഓർഗാനിസത്തിൻ്റെ ഫോസിൽ കിട്ടിയതാണ്. ഇപ്പോൾ ആർക്കിയോപ്ടെറിക്സ് റെപ്റ്റൈലിൻ്റെയും ബേർഡ്സിൻ്റെയും ഇടയ്ക്കുള്ള ഒരു കണക്റ്റിംഗ് ലിങ്കാണ്. അപ്പം കണക്റ്റിംഗ് ലിങ്ക് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. ഇറ്റ് ഈസ് ആൻ ഓർഗാനിസം പൊസസിങ് ഫീച്ചേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കാറ്റഗറീസ്. അതായത് രണ്ടോ അതിൽ കൂടുതൽ ടാക്സയുടെയൊക്കെ ഫീച്ചേഴ്സ് പൊസസ് ചെയ്യുന്ന ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണക്റ്റിംഗ് ലിങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആർക്കിയോപ്ടെറിക്സിന് റെപ്റ്റീലിയൻ ഫീച്ചേഴ്സും ഉണ്ട്, ഏവിയൻ ഫീച്ചേഴ്സും ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് റെപ്റ്റീലിയൻ ഫീച്ചേഴ്സ് എന്ന് നമുക്ക് നോക്കാം. പ്രസൻസ് ഓഫ് ലോങ് ടെയിൽ, ഇതിന് വലിയ നീളമുള്ള ഒരു വാലുണ്ട്. പിന്നെ എന്താണ്? പ്രസൻസ് ഓഫ് ടീത്ത് വിത്ത് ഹോമോഡോൺ ഡെൻറ്റേഷൻ, അത് ബേർഡ്സിനില്ല, പക്ഷേ റെപ്റ്റൈൽസിനുള്ളൊരു ഫീച്ചറാണ്. വായ്ക്കുള്ളിൽ പല്ലുകൾ, ആ പല്ലുകൾ ഏത് തരത്തിലുള്ള പല്ലുകളാണ്? ഒരേ തരത്തിലുള്ള പല്ലുകളാണ്, ഹോമോഡോണ്ട് ഡെൻറ്റേഷനാണ്. എല്ലാ പല്ലും ഒരേ മോർഫോളജിക്കൽ അറേഞ്ച്മെൻറ്റിൽ ഉള്ളതാണ്. പിന്നെ എന്താണ്? ആബ്സെൻസ് ഓഫ് ന്യൂമാറ്റിക് ബോൺസ്, റെപ്റ്റൈൽസ് ന്യൂമാറ്റിക് ബോൺസ് കാണിക്കാറില്ല. അത് ആരുടെ ഫീച്ചറാണ്? ബേർഡ്സിൻ്റെ ഫീച്ചേഴ്സാണ്. ഓക്കെ, അതായത് ന്യൂമാറ്റിക് ബോൺസ് എന്ന് പറഞ്ഞാൽ ലൈറ്റ് വെയ്റ്റ് എയർ ഫിൽഡ് ബോൺസ് ആണ്. അപ്പോൾ അത് ഫ്ലൈറ്റിനെ വളരെയധികം സഹായിക്കുന്ന ബോൺസ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രക്ചർ എവിടെയില്ല? ആർക്കിയോപ്ടെറിക്സിന് ഇല്ല. പിന്നെ സെർവിക്കൽ വെർട്ടിബ്രേ, അതായത് നെക്ക് റീജിയണിലുള്ള വെർട്ടിബ്രേ എന്ന് പറയുന്നതിൻ്റെ നമ്പർ വളരെ കുറവാണ്. ഫ്യൂവർ നമ്പർ ഓഫ് സെർവിക്കൽ വെർട്ടിബ്രേ, നെക്ക് റീജിയണിലുള്ള വെർട്ടിബ്രയുടെ നമ്പർ കുറവ്. ഇനി റിബ്സ്, സെർവിക്കൽ റിബ്സ് ഉണ്ട്, അബ്ഡോമിനൽ റിബ്സ് ഉണ്ട്, അതുപോലെ തന്നെ തൊറാസിക് റിബ്സ് ഉണ്ട്. സാധാരണ രീതിയിൽ എന്താണ്? തൊറാസിക് റീജിയനിലാണ് കൂടുതൽ റിബ്സ് കോൺസെൻട്രേറ്റഡ് ആയിട്ട് കാണുന്നത്. ഇതിനകത്ത് സെർവിക്കൽ റിബ്സും ഉണ്ട്, അബ്ഡോമിനൽ റിബ്സും ഉണ്ട്. അതെല്ലാം റെപ്റ്റീലിയൻ ഫീച്ചേഴ്സാണ്. അതായത് സ്നേക്ക് ലൈക്ക് അല്ലെങ്കിൽ ലിസാർഡ് ലൈക്ക് അറേഞ്ച്മെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ സ്റ്റെർണം ഈസ് വീക്ക് ഓർ ആബ്സെൻറ്റ്. സ്റ്റെർണം ഇവിടെ വലുതായിട്ട് ഡെവലപ്ഡ് അല്ല. ഇപ്പോൾ സ്റ്റെർണം എന്ന് പറഞ്ഞാൽ എന്താണ്? റിബ്സിനെ എല്ലാം ജോയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന മീഡിയൻ ആയിട്ടുള്ള ചെസ്റ്റ് റീജിയനിൽ കാണുന്ന ബോണിനെയാണ് സ്റ്റെർണം എന്ന് വിളിക്കുന്നത്. ആ സ്റ്റെർണം ഇവിടെ വളരെ വീക്കാണ്. പിന്നെ ഉള്ളത് ബോഡിയെ മൊത്തം കവർ ചെയ്ത് എപ്പിഡെർമൽ സ്കെയിൽസിൻ്റെ പ്രസൻസ് ആണ്. ഇനി ഏവിയൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. പ്രസൻസ് ഓഫ് ഫെതേഴ്സ്, ഈ ഫെതേഴ്സ് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഈ ഓർഗാനിസത്തിനെ ഒരു റെപ്റ്റൈലായിട്ട് മാത്രം കൺസിഡർ ചെയ്തേനെ. ഇതൊരു ബേർഡാണ്, ഈ ഫോസിൽ ബേർഡിൻ്റെ ആണെന്ന് മനസ്സിലാക്കിയത് ഫെതേഴ്സിൻ്റെ ഫോസിലൈസേഷൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം പ്രസൻസ് ഓഫ് ഫെതേഴ്സ്. ദെൻ ഫോർ ലിംസ് ആർ മോഡിഫൈഡ് ഇൻ ടു വിങ്സ്, മുൻകാലുകൾ വിങ്സ് ആയിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. ഈ ടെയിലിൽ തന്നെ 2 റോസ് ഓഫ് ഫെതേഴ്സ് ഉണ്ട്. 2 രീതിയിൽ 2 ഗ്രൂപ്പ്സ് ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫെതേഴ്സ്. ഇനി ബീക്ക്,
എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്, ബീക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം ലിംസിലെ ബോൺസ്, അതുപോലെ തന്നെ പെക്ടറൽ പെൽവിക് ഗേർഡ്സിലെ ബോൺസ് എന്ന് പറയുന്നത് ബേർഡ് ലൈക്ക് ആണ്. അതെല്ലാം ബേർഡ് ലൈക്ക് ആർക്കിടെക്ചറാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഒറിജിനൽ ഫോസിൽ. ഇതതിൻ്റെ ഒരു ചിത്രകാരൻ്റെ ഭാവനയാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം ഈ ഓർഗാനിസത്തിൻ്റെ ഫ്ലൈയിങ് കേപ്പബിലിറ്റി എന്ന് പറയുന്നത് വളരെ ലിമിറ്റഡ് ആണ്. കാരണം ഇതിന് ന്യൂമാറ്റിക് ബോൺസോ കീൽഡ് സ്റ്റെർണമോ അതുപോലുള്ള സ്ട്രക്ചേഴ്സ് ഒന്നും ഇല്ല. എന്ന് പറഞ്ഞാൽ പോലും ഇത് ഏറ്റവും പ്രിലിമിനറി ലെവലിലുണ്ടായ ഒരു ബേർഡ് ലൈക്ക് ഫോമാണ്. അപ്പോൾ റെപ്റ്റൈൽസ് ആണ് ബേർഡ്സിൻ്റെ ആൻസിസ്റ്റേഴ്സ് എന്നുള്ളത് ഈ പർട്ടിക്കുലർ ആർക്കിയോപ്റ്റെറിക്സ് എന്ന് പറയുന്ന ഫോസിലിൽ നിന്ന് ആ സയൻറ്റിസ്റ്റുകൾ എസ്റ്റാബ്ലിഷ് ചെയ്തു. അതിനെ ഫർദർ അവർ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഫോസിൽസ് എന്ന് പറയുന്നത് ഡയറക്റ്റ് എവിഡൻസസ് ഓഫ് എവല്യൂഷനാണ്. അപ്പോൾ ഇന്ന് ഈ സെഷനിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെല്ലാം റിപ്പീറ്റ് ചെയ്ത് കാണുക, മനസ്സിലാക്കുക. താങ്ക് യു.